എല്ലാവർക്കും നമസ്കാരം. മാർക്കറ്റ് ഇനിയും ഓപ്പൺ ആകാൻ ഒരു 30 സെക്കൻഡ് കൂടെ ഉണ്ട്. നമുക്കൊരു ഗ്യാപ്പ് അപ്പാണ് കിട്ടിയിരിക്കുന്നത്, ഒരു 200 പോയിന്റ്സ് ഗ്യാപ്പ് അപ്പാണ്. സോ ഇന്നലത്തെ ഡേ ലോ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടി വരികയാണെങ്കിൽ നമുക്കൊരു ട്രേഡ് കിട്ടാനുള്ള സാധ്യതയുണ്ട് പുട്ട് സൈഡിൽ. സോ ഓപ്പൺ ആയി കഴിഞ്ഞിട്ട് മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് അനുസരിച്ചിരിക്കും. നമ്മുടെ പ്ലാൻ അനുസരിച്ച് നടക്കുകയാണെങ്കിൽ നമുക്കൊരു പുട്ട് സൈഡിലൊരു ട്രേഡ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്, ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വരുന്നുണ്ട്. ആദ്യത്തെ ക്യാൻഡിൽ ഫോം ആകുന്നത് റെഡ് ആണ്. അപ്പം പുട്ട് സൈഡിൽ നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ നമ്മൾ കാണുന്നുണ്ട്. പുട്ടിൻ്റെ ഓപ്ഷൻസ് ചാർട്ടിൽ, അതായത് 51,700 പുട്ടാണ്, ഇൻ ദ മണി ഓപ്ഷനാണ് എടുത്തിരിക്കുന്നത്. സോ അടുത്ത ക്യാൻഡിൽ ഇത് 1 മിനിറ്റ് ചാർട്ടാണ്. 1 മിനിറ്റ് ക്യാൻഡിൽ അടുത്ത ഒരു റെഡ് ക്യാൻഡിൽ കിട്ടുകയാണെങ്കിൽ, അതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്കൊരു ട്രേഡ് എടുക്കാവുന്നതാണ്. അടുത്ത ക്യാൻഡിലിന് വേണ്ടി നമുക്ക് കാത്തിരിക്കേണ്ടി വരും. അടുത്ത ക്യാൻഡിൽ നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ ഒരു റെഡ് ക്യാൻഡിലാണ്, പുൾ ബാക്ക് ക്യാൻഡിലാണ്. സോ ഞാനിവിടെ ഒരു ഓർഡർ പ്ലേസ് ചെയ്തിരിക്കുകയാണ് പുട്ട് സൈഡിൽ. സോ ഡേ ഹൈ ആണ്. ഡേ ഹൈ എന്ന് പറയുമ്പം എക്സാക്ട് ഡേ ഹൈ അല്ല, ആ ക്യാൻഡിലിൻ്റെ ബോഡിയുടെ ഹൈ ആണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. 324 ആണ് പ്രൈസ്. അപ്പോൾ അടുത്ത ക്യാൻഡിലോ അതോ ഈ റെഡ് ക്യാൻഡിൽ ഗ്രീനിൽ കൺവേർട്ട് ആവുമോ, അടുത്ത ക്യാൻഡിൽ ഡേ ഹൈ ബ്രേക്ക് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓർഡർ എക്സിക്യൂട്ട് ആവും. പ്രീവിയസ് ഡേ ലോ ആണ് നമ്മുടെ ടാർഗറ്റ്. നോക്കാം. ഓക്കെ, നമ്മുടെ ഓർഡർ ഇപ്പോൾ എക്സിക്യൂട്ട് ആയിരിക്കുകയാണ്. പ്രതീക്ഷിച്ച പോലെ മൂവ്മെൻറ്റ് കാണുന്നില്ല. നമ്മൾ ക്ലോസ് ചെയ്യണം, കാരണം സെല്ലിങ് ഈസ് ഓൾവേസ് ഫസ്റ്റ്. പെട്ടെന്ന് വരേണ്ടതാണ്, അടുത്ത ഹൈ ബ്രേക്ക് ചെയ്യാൻ ഉടനെ വരേണ്ടതാണ്, പക്ഷെ അത് വന്നില്ല. ക്ലോസ് പൊസിഷൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു ട്രേഡ് എടുത്തു, അത് ക്ലോസ് ആയിരിക്കുന്നത് 7,745. അത് കുഴപ്പമില്ല. ഇപ്പോഴും ഡേ ലോ ബ്രേക്ക് ചെയ്തിട്ടില്ല, പ്രീവിയസ് ഡേ ലോ ബ്രേക്ക് ചെയ്തിട്ടില്ല. മാർക്കറ്റിൽ സ്ട്രെങ്ത് കാണുന്നുണ്ട്. ഇപ്പോൾ സമയം 10 മണിയായിരിക്കുന്നു. നമ്മളൊരു കോൾ ട്രേഡ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ബ്രേക്ക് ഔട്ടിനുള്ള ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ടാണ്, കാരണം ഡേ ഹൈയിലാണ് മാർക്കറ്റ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഡേ ഹൈ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു കോൾ സൈഡിൽ ഒരു നല്ല ട്രേഡ് കിട്ടും. അപ്പോൾ അത് പ്രതീക്ഷിച്ചാണ് നമ്മൾ ആ ട്രേഡ് എടുത്തിരിക്കുന്നത്. ട്രേഡ് എക്സിക്യൂട്ട് ആവുന്നതിന് വരെ നമുക്ക് കാത്തിരിക്കാം. ഓക്കെ, നമ്മൾ ട്രേഡ് ഇപ്പം എക്സിക്യൂട്ട് ആയിരിക്കുകയാണ്. ഇപ്പോൾ ലോസിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ക്യാൻഡൽ ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അപ്പോൾ എക്സിറ്റ് ചെയ്യും. ഓക്കെ, നമുക്കൊരു ബ്രേക്ക് ഔട്ട് കിട്ടിയിരിക്കുകയാണ്. അത് സസ്റ്റെയിൻ ചെയ്യുവാണെങ്കിൽ നമ്മുടെ ടാർഗറ്റ് മീറ്റ് ആവും. നോക്കാം.
ഓക്കെ, മാർക്കറ്റ് റെസിസ്റ്റൻസ് ഫേസ് ചെയ്യുന്നു എന്നാണ് തോന്നുന്നത്. $33,000 $34,000 വരെ പോയിരുന്നു. നമ്മൾ നേരത്തെ ട്രേഡ് ക്ലോസ് ചെയ്യാത്തതിൻ്റെ കാര്യം ചിലപ്പോൾ ഒരു നല്ല മൂവ്മെൻറ്റ് കിട്ടിയാലോ എന്ന് വിചാരിച്ചാണ്. 38,000 34,000 നോക്കാം. ഈ ക്യാൻഡിൽ എങ്ങനെയാണ് ക്ലോസ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്കൊരു ഡിസിഷൻ എടുക്കാം. ഓക്കെ, നമ്മളിവിടെ ട്രേഡ് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ ട്രേഡ് ക്ലോസ് ചെയ്താൽ തന്നെ നല്ലതായിട്ട് താഴോട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ 25,300 ആണ് നമ്മൾ ബുക്ക് ചെയ്തത്. അപ്പോൾ ഇന്നത്തേത് ടോട്ടൽ 33,000 ആയിട്ടുണ്ട് 2 ട്രേഡിൽ. ഇപ്പം സമയം 12:18 ആയിട്ടുണ്ട്. അപ്പോൾ മാർക്കറ്റ് നല്ല രീതിയിൽ കൺസോളിഡേറ്റ് ചെയ്യുന്നുണ്ട് കുറേ നേരമായിട്ട്. അപ്പോൾ ഒന്നീ ബ്രേക്ക് ഡൗൺ അല്ലെങ്കിൽ ബ്രേക്ക് ഔട്ട് കിട്ടാനുള്ള സാധ്യതയുണ്ട്. കൂടുതലും ബ്രേക്ക് ഔട്ട് കിട്ടാനാണ് സാധ്യത. സോ അതുകൊണ്ട് കോൾ ഓപ്ഷൻ 51,300 കോൾ ഓപ്ഷനിൽ ഒരു ബൈ ട്രേഡ് എടുക്കാൻ ആണ് വിചാരിക്കുന്നത്. നോക്കാം. ബൈ ട്രേഡ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. സോ മാർക്കറ്റ് ബ്രേക്ക് ഡൗൺ ആകാൻ ഒരു ചാൻസ് കാണുന്നുണ്ട്. സോ അതുകൊണ്ടാണ് ഒരു പുട്ട് ഓപ്ഷനിൽ ഒരു ബൈ ട്രേഡ് പ്ലേസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. കാരണം നമുക്കൊരു ഡയറക്ഷൻ കിട്ടുന്നില്ല, ഏത് സൈഡാണ് ഇത് ബ്രേക്ക് ഔട്ട് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ 2 സൈഡിൽ നമ്മൾ ട്രേഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. സോ ഏത് സൈഡിലാണോ ഓർഡർ എക്സിക്യൂട്ട് ആകുന്നത് അതിനനുസരിച്ച് നമുക്ക് മൂവ് ചെയ്യാം. ഇപ്പോൾ 900 ക്വാണ്ടിറ്റീസ് 51,700 പുട്ട് ഓപ്ഷനിൽ ഒരു ട്രേഡ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. സോ അതിൻ്റെ സ്വിങ് ഹൈ ബ്രേക്ക് ചെയ്ത പുട്ട് സൈഡിൽ നമുക്കൊരു ട്രേഡ് കിട്ടാവുന്നതാണ്. അപ്പോൾ നമ്മൾ കോൾ സൈഡിൽ ക്യാൻസൽ ചെയ്യും. നേരെ തിരിച്ചാണെങ്കിൽ അങ്ങനെ. ഓക്കെ, നമുക്ക് കോൾ സൈഡാണ് ട്രേഡ് എക്സിക്യൂട്ട് ആയിരിക്കുന്നത്. ബ്രേക്ക് ഔട്ടാണ് കിട്ടിയിരിക്കുന്നത്. അപ്പം നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടുന്നുണ്ട്. നോക്കാം. മാർക്കറ്റ് മുകളിൽ റെസിസ്റ്റൻസ് ഫേസ് ചെയ്യുന്നുണ്ടെന്നാണ് തോന്നുന്നത്. അതാണ് ഒരു നല്ലൊരു റെഡ് ക്യാൻഡിൽ 1 മിനിറ്റ് ചാർട്ടിൽ നമുക്ക്
കാണാൻ കഴിയുന്നത്. ഇത് ഗ്രീനായിട്ട് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഹോൾഡ് ചെയ്യാം, അല്ലെങ്കിൽ എക്സിറ്റ് ചെയ്യാം. ഇപ്പം തന്നെ നമ്മുടെ ഡേ ടാർഗറ്റ് അച്ചീവ് ആയി. ഓക്കെ, എക്സിറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പുട്ട് ഓർഡർ നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഇന്ന് മൊത്തം 3 ട്രേഡ് എടുത്തിരുന്നു. ഒരേ സ്ട്രൈക്ക് പ്രൈസിൽ 2 ട്രേഡ് എടുത്തു. അതായത് 51,300 തന്നെ 2 ട്രേഡ് എടുത്തിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ടോട്ടൽ നമുക്ക് 63,000 അവിടെ കാണിക്കുന്നത്. ടോട്ടൽ നമ്മൾ ഇന്നത്തെ പ്രോഫിറ്റ് എന്ന് വെച്ചാൽ 70,851. അപ്പം എന്തായാലും 3 ട്രേഡ് എടുത്തു, നമ്മുടെ ടാർഗറ്റ് റീച്ച് ആയി ഇന്നത്തെ. അപ്പോൾ ഇന്നിനെയും ക്ലോസ് ചെയ്യാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.